ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഹാപ്പി ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണേ. ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയണേ. അപ്പം ഈ ഒരു കാര്യം ചിലപ്പോ ഇത് കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. കാര്യം ഇത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും, പിന്നെ ഈ ബ്രദേഴ്സും ഈ സിബ്ലിങ്സും തമ്മിൽ കുറച്ച് ഏജ് ഗ്യാപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരു 13 വർഷം സിംഗിൾ ചൈൽഡ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അമ്മേന്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രമേ കൂടുതൽ ആൾക്കാർ കഴിക്കാനും കാര്യത്തിനുള്ളൂ. മാമന്റെ മക്കളാണെങ്കിൽ ആ സമയത്ത് മാത്രമേ എനിക്ക് കഴിക്കാനൊക്കെ ആൾക്കാരുണ്ടാവാറുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഒറ്റയ്ക്ക് ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് കഴിക്കാനോ എനിക്ക് എന്തെങ്കിലും വിഷമം പറയാനോ എനിക്ക് ഒന്നിനും ആളുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നും രാത്രി കരയും, എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കും, പിന്നെ ദേഷ്യം കാണിക്കും. എന്തിനാ എനിക്കിങ്ങനെ ഒന്നില്ലെങ്കിൽ എനിക്ക് അവിടെ പോയി നിൽക്കണം, എനിക്ക് അവരുടെ കൂടെ പോയി നിൽക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്നും അമ്മേന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും പ്രശ്നമാക്കുമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സംസാരിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ പിന്നെ എനിക്കിങ്ങനെ ആരും ഇല്ലാത്തൊരു ആ ഒരു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാവിലെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര വിഷമം, അമ്മ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ലല്ലോ അമ്മയ്ക്ക് എന്തോ പറ്റി എന്നുള്ളത്. ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോ സമയത്ത് അമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്കറിയില്ല എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് ചോദിച്ചു, എന്താ പറ്റി അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. അമ്മ ഭയങ്കര അമ്മ ദേഷ്യത്തിലും സങ്കടത്തിലും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതിൽ അമ്മ ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അമ്മ വിഷമിച്ചിട്ട് ഇരിക്കുവാണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷിക്കണോ അല്ലെങ്കിൽ അമ്മനെ സമാധാനിപ്പിക്കണോ എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ പിന്നെ എനിക്ക് പൊതുവെ എല്ലാവർക്കും മനസ്സിലാക്കാലോ എന്റെ അപ്പത്തെ ഒരു ഇത്. കാരണം അത്രയും വർഷം ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരാൾ വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരാള് അമ്മേന്റെ വയറ്റിലുണ്ട് ഞാൻ അറിയണേ. അപ്പൊ എനിക്ക് എന്ന് പറയുമ്പോ എനിക്ക് സന്തോഷമാണ്. അപ്പൊ പക്ഷെ എനിക്കത് അവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം അമ്മ വിഷമിച്ചിട്ട് ഇരിക്കുന്നതാണ്. അമ്മയ്ക്കൊരു 33 years ആയിട്ടുണ്ടാവും. അപ്പോ അമ്മേന്റെ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായ ഒരു പ്രഗ്നൻസി ആണ്. പിന്നെ അമ്മ പിന്നെ അതായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവും, ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതായിരിക്കും അമ്മ ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല ആലോചിച്ചു. എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഒരാൾ വരികയാണെന്നുള്ളൊരു അത്രയും സന്തോഷമായിരുന്നു എനിക്കുണ്ടായേ. എന്നിട്ട് ഞാൻ അമ്മേനെ സമാധാനിപ്പിക്കാം, ആണോ അങ്ങനെ ചോദിച്ചു. എന്നിട്ട് ബാത്റൂമിൽ കയറിയിട്ട് എനിക്ക് പറയാൻ ഈ സന്തോഷം എങ്ങനെയാ ഒരാളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നിട്ട് ഞാനപ്പോ 8th കഴിയാനായിട്ടുണ്ടായിരുന്നു, ഒരു ലാസ്റ്റ് എക്സാമിന്റെ ആ സമയമായിരുന്നു. അപ്പോ ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോ അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ പ്രഗ്നന്റ് ആയത്. എന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ ഈ സിനിമയിലും വീഡിയോസിലൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ, കുട്ടി അനങ്ങുന്നത്, കുട്ടി ചവിട്ടുന്നത്, അപ്പൊ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വീട്ടിൽ ഒരാൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്റെ അമ്മ അങ്ങനെ ഉണ്ണി അനങ്ങുന്ന സമയത്ത് അമ്മ വിളിക്കന്നെ. ഞാൻ പോയിട്ട് ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഞാൻ ചവിട്ടുമ്പോ ഭയങ്കര അതൊരു പ്രത്യേകത അവരോട് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് അത് ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ അമ്മ വിളിക്കാൻ സമയത്ത് പോയിട്ട് ഉണ്ണി ചവിട്ടുന്നതൊക്കെ നോക്കുമായിരുന്നു. അമ്മേന്റെ കൂടെ ഞാൻ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായേ. പിന്നെ ഒരു ദിവസം അമ്മയ്ക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വന്ന് അമ്മനെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായി. ഇതിന് മുന്നേ ആണെങ്കിൽ തന്നെ ഞാനിപ്പോ സ്കൂളില് അതിന്റെ സമയത്ത് സെക്കൻഡ് ട്രിപ്പ് ആയിരുന്നു, ബസ്സിൽ സെക്കൻഡ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അത്രയും സമയം സെക്കൻഡ് ബസ് വരുന്ന സമയം ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറേ പേരും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് കുറേ പേരുകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെറ്റർ എ വെച്ചിട്ടാണ് നോക്കിയത്, കാരണം എന്റെ പേര് അഞ്ജന ആയതുകൊണ്ട് ഞാൻ എ വെച്ചിട്ട് മൊത്തം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ഒക്കെ പേര് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം രാത്രി അമ്മയ്ക്ക് പെയിൻ വന്നിട്ട് എന്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ ഏട്ടന്റെ ഭാര്യയും കൂടെ കൊണ്ടുപോയി.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അച്ഛമ്മേന്റെ അടുത്ത് പോയി നിന്നു. ഞാനും അച്ഛമ്മയും കൂടെ നിന്നേ. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛമ്മേന്റെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് എന്താ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. അമ്മ രാത്രിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് പോയി. അപ്പൊ ഞാൻ 9th ആയി കേട്ടോ, 9th ആയിരുന്നു. എന്നിട്ട് എനിക്ക് ടെൻഷൻ, പ്രസവിച്ചു എനിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്താക്കി, ഞാൻ അടങ്ങുന്ന ഒരു 5 പേരുണ്ടായിരുന്നു എന്റെ ഒരു ഗ്യാങ്ങില്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി സ്റ്റാഫ് റൂമിലേക്ക് പോയിട്ട് മാമിന്റെ അടുത്ത് ചോദിച്ചു, മാം ഫോണൊന്നും തരുമോന്ന് ചോദിച്ചു. മാം ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. എന്ത് പറ്റിന്ന് ചോദിച്ചു. അമ്മ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ എന്താ അമ്മയ്ക്ക്, അമ്മ എന്താ ഹോസ്പിറ്റലിലായെന്ന് ചോദിച്ചപ്പോ അമ്മ പ്രസവിക്കാൻ വേണ്ടി പോയതാന്ന് ഞാൻ അപ്പൊ പറഞ്ഞു. അപ്പൊ പിന്നെ മാമിന്റെ അപ്പുറത്തിരിക്കുന്ന മിസ്സുമാരാണെങ്കിലും ചോദിച്ചു എന്റെ അടുത്ത്, എന്താ ആദ്യമായിട്ടാണോ ഉണ്ടാവുന്നത്, എത്രാമത്തെ കുട്ടി, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് എനിക്കൊരു ആൾ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അതായിരുന്നു അവർക്ക് ചർച്ച. എന്നിട്ട് ഫോൺ മേടിച്ചു, ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു അമ്മ പ്രസവിച്ചിട്ട ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മൊമെന്റ് എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. എന്നിട്ട് ഞാൻ കുറേ സന്തോഷിച്ചു. എനിക്ക് സങ്കടം, എന്താ ഒരു സന്തോഷിക്കണ്ണീരുണ്ടാവില്ല, അപ്പൊ അത് ആ സമയത്ത് അങ്ങനെ ഉണ്ടായി. എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ അധികം എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നിട്ട് അവർ ക്ലാസ്സിലൊക്കെ പോയിട്ട് അവർ ഓടിപ്പോയി ക്ലാസ്സിലൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ മാം ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞു അഞ്ജനയ്ക്ക് ഇങ്ങനെ ഒരു അനിയൻ ഉണ്ടായി, അഞ്ജന ചേച്ചിയായി എന്നൊക്കെ പറയുമ്പോ എനിക്ക് ആ ഒരു ഫീൽ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് പിന്നെ വീട്ടിലെത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം എനിക്ക് എന്റെ അനിയനെ കാണില്ലല്ലോ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി അച്ഛന്റെ കൂടെ, ഞാനും എന്റെ ചേച്ചിയും കൂടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയി. അപ്പോ പ്രസവിച്ചെടുക്കുമായിരുന്നു. അപ്പം എന്താ ഒരു കട്ടിലുമുണ്ട്, ഒരു കൊച്ചു തടിച്ചിട്ട് കുണ്ടുമണി ആയിട്ടുള്ള ഒരാൾ കിടക്കണം. അപ്പൊ ആ പാല് കുടിച്ച് കിടക്കുന്നായിരുന്നു. അപ്പൊ വായന്നൊക്കെ ഇങ്ങനെ പാലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ നോക്കി, തൊടുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആദ്യമായിട്ടാണല്ലോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇത്. എന്നിട്ട് അമ്മേന്റെ അടുത്ത് ചോദിച്ചു എന്താ പേരിടണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി വെച്ച് പേരൊന്നല്ല ഞാൻ ഇട്ടെ, അദ്വൈത് എന്ന് പറഞ്ഞ് അതൊന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഞാൻ ഉണ്ടായി. എന്നിട്ട് പിന്നെ അവിടെ നിന്നൊന്നുമില്ല. പിറ്റേ ദിവസം പിന്നെ അമ്മേന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അമ്മേന്റെ വീട്ടിൽ പോയി. പിന്നെ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുണ്ടല്ലോ. കാരണം ഈ 2-3 വയസ്സിന് ഡിഫറൻസ് അല്ല. അപ്പൊ ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ അമ്മേന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ. പിന്നെ എന്റെ അമ്മയാണെങ്കിൽ ജോലിക്ക് പോകുന്നോണ്ട് തന്നെ 6 മാസം കഴിഞ്ഞപ്പോ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവനെ നോക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഞാനായിരുന്നു. അപ്പൊ പിന്നെ എന്താ ഞാൻ അതൊക്കെ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ ആണെങ്കിൽ അവൻ 3ാം ക്ലാസ് പഠിക്കുക, പെട്ടെന്ന് എനിക്ക് വലുതായ പോലെ തോന്നും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടി തന്നെയാണ്. അപ്പം ചിലവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. കാരണം ഇത്രയും ഏജ് ഡിഫറൻസ് വന്നിട്ട് അമ്മമാര് പ്രസവിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പിന്നെ സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സിബ്ലിങ്സ് ഒന്നും ഇല്ലാതെ നിൽക്കാന്ന് പറയുന്ന വലിയൊരു സുഖമുള്ള ഒരു ഇതല്ല. പിന്നെ കുറെ നമുക്ക് മാത്രം പ്രയോറിറ്റി കിട്ടുന്നത് ഒരു സുഖമുള്ള കാര്യം തന്നെ. അപ്പൊ അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എനിക്ക് ഇന്ന് വരെ, ഇപ്പൊ ഈ നിമിഷം വരെ ഇതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും കാത്തിരുന്നിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായ പോലെ തന്നെയാണ് അവൻ ഉണ്ടായപ്പോ എനിക്ക് ഉണ്ടായേ. ഒരു ചെറിയ കാര്യമായിരിക്കും ബാക്കിയുള്ളവർ കേൾക്കും, പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്. അപ്പൊ ഇതെന്തിനാ ഇവിടെ വന്ന് പറയുന്നത് ചോദിക്കും സ്വാഭാവികമായിട്ട്. പക്ഷെ ഇതെനിക്ക് ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്, ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിട്ടുള്ള ഇതാ. അപ്പൊ പിന്നെ ഞാനത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇങ്ങനെ ഏജ് ഡിഫറൻസ് ആയിട്ട് ഇത്രയും ഏജ് ഡിഫറൻസിൽ ഉണ്ടായ അനിയന്മാരുണ്ടായ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്റെ വീഡിയോ. ബൈ.